ഹലോ, എല്ലാവർക്കും കുക്ക് ടെയിൽസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബാക്കി വരുന്ന ചോറ് കൊണ്ട് ഒരു അടിപൊളി സ്നാക്കാണ്. ഒരു വടയാണ്. നല്ല ടേസ്റ്റാണ്. പക്ഷേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഏത് ചോറായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ 2 കപ്പ് എടുത്തില്ലെങ്കിൽ അതിനനുസരിച്ച് മസാലയൊക്കെ കുറച്ചെടുത്താൽ മതി. ആദ്യം ഞാൻ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 കപ്പ് ചോറിന് ഇപ്പോൾ ഏകദേശം 1 കപ്പ് സവോള അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകമാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. ഞാനൊരു 1/4 ടീസ്പൂണോളം കായം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ നന്നായി കുഴച്ചെടുക്കണം. ഞാൻ ഉപ്പ് ചേർത്ത ഭാഗം കട്ടായി പോയതാണ്. ഞാനിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വട പിടിക്കാനായിട്ട് പറ്റില്ല. ഇനി കുറച്ച് എണ്ണ കയ്യിൽ തടവിയിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് കൈൻ്റെ ഉള്ളിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക, പരിപ്പ് വടയുടെ ആ ഒരു ഷേപ്പിൽ. അതിനുശേഷം ഞാൻ ഇതുപോലെ നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉൾഭാഗമൊക്കെ നന്നായി കുക്കാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പ് വടയുടെ ഷേപ്പിൽ തന്നെ ആക്കി കൊടുക്കാം. അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക. ഇടയ്ക്ക് ഒന്ന് കൈ കഴുകിയിട്ട് വീണ്ടും ഇതുപോലെ ചെയ്യേണ്ടി വരും. കാരണം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒന്ന് നന്നായി കൈ കഴുകിയതിന് ശേഷം, വെറുതെ ഒന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വീണ്ടും ഇതുപോലെ ചെയ്താൽ മതി. ഒരു 7-8 വട നമ്മൾ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല. അതായത് തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മീനൊക്കെ വറക്കില്ലേ, അതുപോലെ ആണ് ചെയ്യുന്നത്. കാരണം ഇത് ഒരുപാട് എണ്ണ അബ്സോർബ് ചെയ്യും, അതായത് എണ്ണ കുടിക്കും. അപ്പോൾ രണ്ടാമത് നമ്മൾ അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അതല്ല, ഡീപ്പ് ഫ്രൈ ചെയ്യുന്നവർക്ക് കുറച്ചധികം വെളിച്ചെണ്ണയിൽ മുക്കി പൊരിക്കാം. അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, പെട്ടെന്ന് കുക്കായി കിട്ടും. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നു മാത്രം, ഒന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട്. ഞാനിത് ലോ ഹീറ്റിലാണ് വെച്ചിട്ടുള്ളത്. കാരണം നമുക്ക് മൊരിച്ചെടുക്കേണ്ടതായതുകൊണ്ട് മീഡിയം ഹീറ്റിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ, പുറം ഭാഗം പെട്ടെന്ന് ബ്രൗൺ ആവും, പെട്ടെന്ന് ക്രിസ്പാവും, പക്ഷെ ഉള്ളിൽ ശരിക്കും അങ്ങോട്ട് വേവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത് അടിഭാഗം നല്ല ബ്രൗൺ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ക്രിസ്പായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ആവുന്ന പരുവാകുമ്പോൾ നമുക്ക് മറിച്ചിടണം. ഏകദേശം ഒരു 5 മിനിറ്റ് എടുക്കും കേട്ടോ, ഒരു സൈഡ് നന്നായി മുരിഞ്ഞ് വരാനായിട്ട്. ബാക്കി വരുന്ന ചോറ് കൊണ്ട് ഞാനൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ട് കാണുക, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു കാർഡ് വരും, അത് ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനത് മറിച്ചിടുകയാണ്. ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ളിൽ വേവാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം സമയം എടുത്ത് തന്നെ ഫ്രൈ ചെയ്യുക. എണ്ണ കുറയും തോറും നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, 1-2 ടേബിൾ സ്പൂൺ. കാരണം എണ്ണ കുറയുമ്പോൾ അത് മുരിയാൻ ഇത്തിരി താമസം ഉണ്ടാവും. നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മറിച്ചിടുമ്പോൾ കാണാം നല്ല റെഡ് കളറായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇട്ട സൈഡ് കുറച്ചുകൂടി മൊരിയിക്കാനുണ്ട്. അപ്പം ഞാൻ തിരിച്ചിട്ടിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി വെക്കുകയാണ്.
പെട്ടെന്നൊരു കളർ ചേഞ്ച് വന്നത് വേറൊന്നുകൊണ്ടല്ല, ഞാൻ മൊബൈലിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലാഷ് ഓഫ് ചെയ്തിട്ടായിരുന്നു ഇത്ര നേരം കാണിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഫ്ലാഷ് ഓൺ ചെയ്തതുകൊണ്ടാണ് പെട്ടെന്നൊരു ചേഞ്ച് വന്നത്. ഇത് 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഞാനിത് മാറ്റാണ്. ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമ വേണ്ടി വരും കേട്ടോ. ഏകദേശം ഒരു 12 മിനിറ്റോളം നമുക്കൊരു ബാച്ച് ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ടി വരും. ഇനി അഥവാ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നതെങ്കിൽ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഇനി അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യാം. അതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ബാക്കി വരുന്ന ചോറ് കൊണ്ട് വൈകുന്നേരത്തെ ചായയ്ക്ക് ഒരു അടിപൊളി സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.